ബദൽ രാഷ്ട്രീയം അത് മുന്നോട്ട് വെക്കാൻ നമുക്ക് കഴിയണം. സാധാരണ ജനങ്ങൾക്ക് അധികാരം നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ് പഞ്ചായത്ത് രാജ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതല്ലെങ്കിൽ വികസന പ്രവർത്തനം അഴിമതിയില്ലാതെ നടത്താൻ കഴിയും എന്നവരെ ബോധ്യപ്പെടുത്താൻ കഴിയണം. ഈ സർക്കാർ നൽകുന്ന തുച്ഛമായ ഫണ്ട് ഉപയോഗിച്ച് ജനങ്ങളുടെ സഹകരണത്തോടെ വലിയ പദ്ധതി നടത്താൻ കഴിയുമെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ പലപ്പോഴും റോഡ് കോൺക്രീറ്റ് ചെയ്യുന്ന കണ്ടില്ലേ? റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് ഇപ്പം യഥാർത്ഥത്തിൽ നിങ്ങളതിൽ ഒരു ഗുണഭോക്തൃ സമിതിയാണ് രൂപീകരിച്ച് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇരട്ടി ദൂരം അത്രയും പൈസ കൊണ്ട് ചെയ്യാം. നിങ്ങൾക്കറിയാം, ഒരു കോൺട്രാക്ടർ ജോലി ചെയ്യുന്ന ലാഭത്തിന് വേണ്ടിയിട്ടാണല്ലോ. അതുകൂടാതെ അയാൾ നിർമ്മാണത്തിൽ കൃത്രിമം കാണിച്ച് കുറച്ചുകൂടി ലാഭം എടുത്ത് കൈക്കൂലിയായി ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതെല്ലാം നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു ഗുണഭോക്തൃ സമിതി രൂപീകരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ എത്ര ദൂരം ചെയ്യാൻ? ഞാൻ പറഞ്ഞു, വേറെ പണമൊന്നും സമാഹരിക്കണ്ട. പണം സമാഹരിക്കാതെ തന്നെ ഇപ്പോൾ ഉള്ളതിൻ്റെ ജോലിയുടെ ഇരട്ടി റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾ ദേശീയപാത 66 ഇടിഞ്ഞു പോയതിനെ കുറിച്ച് കേട്ടില്ലേ? 66 ഇടിഞ്ഞു പോയി. അപ്പോൾ അത് ടെൻഡർ ചെയ്തിരുന്ന തുകയുടെ പകുതി തുകയ്ക്കാണ് സബ് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത്. മേഘ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനിയാണ് അതിൻ്റെ ടെൻഡർ എടുത്തിരിക്കുന്നത്. പക്ഷേ പണിയുന്നത് KNRL എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ കീഴിലുള്ള ഒരു സബ് കമ്പനിയാണ്. അതിന് പകുതി തുകയാണ്. അപ്പോൾ പണിയിൽ എത്ര തുക കാണും? ആ പണിയുന്നതിനും ലാഭം വേണമല്ലോ. അപ്പോൾ 1/3 തുക പോലും ചെലവഴിക്കാതെയാണ് ദേശീയപാതകൾ പണിയുന്നത്. ഇത് നമ്മുടെ രാജ്യത്ത് ഈ അഴിമതി സാർവത്രികമായി നമ്മളെല്ലാം അതിനെ അംഗീകരിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പാലം പണിയുമ്പം എത്ര സിമെൻറ്റ് വേണം, എത്ര കമ്പി വേണം, അതിന് എത്ര തുക വേണം എന്ന് നമ്മളാരും നോക്കുന്നില്ല. ഒരു എസ്റ്റിമേറ്റ് അവരുണ്ടാക്കുന്നുണ്ട്. ആ എസ്റ്റിമേറ്റിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാതെ പണിയുന്നുണ്ട്. പണിത് തീർന്നു കഴിയുമ്പോൾ അത് ഇടിയുന്നുണ്ട്. എത്രയോ പാലങ്ങൾ ഇടിഞ്ഞു. അടുത്ത നാൾ നിങ്ങൾ വായിച്ചില്ലേ, ഈ പാലങ്ങൾ ഇടിയുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്നത് ഇങ്ങനെ അഴിമതിയാണ്. അപ്പോൾ നമ്മളിത് മൊത്തം പരിഹരിക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിയുമെന്നല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെയ്യുകയും ജനങ്ങൾ ശക്തരാകുകയും ചെയ്ത് കഴിയുമ്പോൾ ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. അഴിമതി ചോദ്യം ചെയ്യുന്ന ഒരു ആത്മവിശ്വാസം അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഒരു പഞ്ചായത്ത് ഭരണസമിതി അംഗം എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. നിങ്ങൾ പറയുന്നത് അവിടെ കോൺഗ്രസ്സിലാണ് ഭരണം, അവിടെ അങ്ങനെ നടക്കില്ല, അല്ല മറ്റൊരു CPM-നാണ് ഭരണം, അല്ലേ? അങ്ങനെ ഒരു ഭരണമില്ല. പഞ്ചായത്ത് സംവിധാനത്തിൽ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എല്ലാ സംസ്ഥാനത്തും അങ്ങനെയല്ല നടക്കുന്നത്. പാർട്ടി ചിഹ്നത്തിലല്ല, സ്വതന്ത്ര ചിഹ്നത്തിലാണ് എല്ലാ സംസ്ഥാനത്തും നടക്കുന്നത്. അങ്ങനെയായിരുന്നു ഇവിടെയും നടക്കേണ്ടത്. ഇപ്പം നമുക്ക് എന്ത് സംഭവിച്ചു? നമ്മൾ ഏറ്റവും വാർഡിലുള്ള ആളെ പോലും കോൺഗ്രസ്, BJP, CPM എന്ന് പറഞ്ഞ് തിരിച്ച് ഒരു പോക്കറ്റിലാക്കുന്ന ഒരു സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ജയിക്കുന്ന ആളെക്കാൾ വോട്ട് തോക്കുന്നവർക്കായിരിക്കും കിട്ടുന്നത്, അല്ലേ? ജയിക്കുന്ന ആൾക്കല്ല വോട്ട് കൂടുതൽ കിട്ടുന്നത്, തോക്കുന്ന ഒന്നിലധികം ആൾക്കാരാണ്. നമുക്ക് 3-4 സ്ഥാനാർത്ഥികളുണ്ട്, അവർക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഭൂരിപക്ഷം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ജനാധിപത്യത്തിൻ്റെ ഒരു പരാജയം. അപ്പോൾ 50% കൂടുതൽ വോട്ട് മേടിക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തണം. ഇനി ഈ പദ്ധതി തയ്യാറാക്കി കഴിയുമ്പം അത് ബെനിഫിഷ്യറിയെ, ഗുണഭോക്താവിനെ ലക്ഷ്യം വെച്ചുള്ള പദ്ധതിയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ വേണ്ടി ഒരു അപേക്ഷാ ഫോറം ഉണ്ടാകും. ആ അപേക്ഷാ ഫോറത്തിൽ ഈ നമ്മുടെ യോഗ്യത അടയാളപ്പെടുത്തേണ്ട കോളമുണ്ട്. ഞാൻ വികലാംഗനാണെങ്കിൽ അപ്പോൾ എനിക്ക് തന്നെ അറിയാം, ആണെന്ന് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് അറിയാമല്ലോ. അങ്ങനെ ഇടുന്ന മാർക്കാണ് നമ്മൾ കൂട്ടി നോക്കിയിട്ട് അതിൻ്റെ മുൻഗണനാ ക്രമത്തിൽ ഒരു ലിസ്റ്റ് പഞ്ചായത്തിൽ കൊണ്ടുവരും. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആൾ ഒന്നാമത്. മാർക്ക് ഇടുന്നതിൻ്റെ അകത്ത് പരിശോധിക്കുന്നത് ഗ്രാമസഭയാണ്, നിങ്ങൾ സംബന്ധിച്ചല്ലോ. അപ്പോൾ ഇടുന്ന ആൾക്ക് ഈ വർക്കിംഗ് ഗ്രൂപ്പിൽ, ഈ ഗ്രാമസഭയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ യോഗം കൂടി അതിൻ്റെ ഒരു സ്കോർ ഷീറ്റ് തയ്യാറാക്കും. ചിലപ്പോൾ ഇത് കൃത്രിമം നടക്കുന്നുണ്ടോ ഇല്ലോ എന്ന് നോക്കാനുള്ള ജോലി ഗ്രാമസഭയുടെയാണ്. ഗ്രാമസഭയിൽ ഗ്രാമാംഗങ്ങൾക്ക് അപേക്ഷ തരും, ഫോം തരും. ആ ഫോമിനകത്ത് നമ്മൾ തന്നെ മാർക്ക് പോകും. അല്ല, രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ടിക്ക് ചെയ്യുന്നു, ആ ടിക്ക് ചെയ്തതിൻ്റെ മാർക്ക് അവിടെ ഇടുന്നു. മാർക്ക് ഇപ്പോൾ എനിക്ക് 20 മാർക്കിൻ്റെ കോളത്തിൽ ഞാൻ ടിക്ക് ചെയ്യും. മാർക്ക് എഴുതിയിട്ട് കൃത്രിമം കാണിക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി അത് ശരിയാണോ എന്ന് പരിശോധിച്ചിട്ട് ഈ ഒരു കമ്മിറ്റി പരിശോധിച്ച് മാർക്കിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതിൻ്റെ കരട് ലിസ്റ്റുമായിട്ടാണ് ഗ്രാമസഭയിൽ വരാറുള്ളത്. ഇപ്പോൾ സാറ് പറഞ്ഞതിൻ്റെ അടുത്ത് വ്യത്യാസമൊന്നുമില്ല, രണ്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ സത്യസന്ധമാണെങ്കിൽ നമുക്ക് തന്നെ മാർക്കിടാം, ഒരു കുഴപ്പമില്ല. ഗ്രാമസഭയുടെ അധികാരങ്ങൾ എന്താണെന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തുക. നിങ്ങളൊരു ഗ്രാമസഭാംഗമാണെന്നുള്ള ഒരു ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകുക.
അവിടെ നിയമവിരുദ്ധമായ ഒന്നും ചെയ്യാൻ ഞാൻ അനുവദിക്കാമെന്ന് നിങ്ങൾ ഒരാൾ തീരുമാനിച്ചാൽ ബാക്കി എല്ലാവരും പറയും ഇവിടെ നിയമവിരുദ്ധമായി നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമവിരുദ്ധമായ ഒരു കാര്യം ഗ്രാമസഭാ മിനിറ്റ്സിൽ എഴുതി ചെയ്യാൻ പറ്റുമോ? ഒരാളും ഇല്ല എന്നുള്ളതാണ് കാര്യം. ഗ്രാമസഭ നിയമപരമായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും ഗ്രാമസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. ഇനി ഉണ്ടെങ്കിലും എനിക്കിത് പറയാൻ ധൈര്യമില്ല. നിയമപരമായോ കാര്യം നടത്താൻ കഴിയൂ എന്ന് പറയാൻ നമുക്ക് ധൈര്യമില്ലാത്തടത്ത് നിയമത്തെ ബൈപ്പാസ് ചെയ്ത് കാര്യങ്ങൾ നടക്കും. അതാണ് ഒരു വിഷയം. ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു 10 പേര് നിങ്ങളുടെ വാർഡിലുണ്ടെന്ന് കരുതുക. ആ 10 പേര് നിങ്ങളുടെ വാർഡിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ പഞ്ചായത്ത് സെക്രട്ടറിക്കോ പഞ്ചായത്ത് മെമ്പർക്കോ ഭരണസമിതിക്കോ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്താൻ പറ്റത്തില്ല. ഞാനൊരു കാര്യം ഇതിനിടയിൽ പറഞ്ഞായിരുന്നു, പഞ്ചായത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവുമില്ല. പഞ്ചായത്ത് ഭരണസമിതി എന്നൊരു ഒറ്റ വിവക്ഷയേ ഉള്ളൂ. നിങ്ങൾ കോൺഗ്രസ് ആണോ BJP ആണോ AAP ആണോ എന്നുള്ളതൊന്നും പഞ്ചായത്തിൽ വിഷയമില്ല. പഞ്ചായത്ത് ഭരണസമിതി അംഗമാണ്. നിങ്ങൾ ഭൂരിപക്ഷത്തിലെടുക്കുന്ന തീരുമാനമാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം. അപ്പോൾ ഈ പ്രതിപക്ഷം ഭരണപക്ഷം എന്ന് പറയുന്ന ഒരു സംവിധാനം പഞ്ചായത്തിലുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. രാഷ്ട്രീയം കടത്തിയതുകൊണ്ട് നിങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ഈ നിയമത്തെ പരിഹസിക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. CPM-നാണ് ഭരണം അല്ലെ കോൺഗ്രസിനാണ് ഭരണം എന്ന് പറയുന്നത്. അല്ല, ജനങ്ങൾക്കാണ് ഭരണം. അവർ തിരഞ്ഞെടുത്ത ഭരണസമിതി അംഗങ്ങളാണ് അവിടെ ഭരണം നടത്തേണ്ടത്. അതിൻ്റെ അകത്തും പറയുന്നുണ്ട്, പഞ്ചായത്തിനെ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ടാണ് പദ്ധതി തീരുമാനിക്കുന്നത്. ഇന്ന വാർഡിന് എത്രയെന്നുള്ളതല്ല, ആ പഞ്ചായത്തിൽ ഏതാണ് പ്രശ്നം, ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പദ്ധതി അല്ലേ. അപ്പോൾ പഞ്ചായത്തിനെ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് തീരുമാനിക്കാവുള്ളൂ. നിങ്ങൾ ഒരു വാർഡിലെ മെമ്പറല്ല തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ ആ പഞ്ചായത്തിലെ മെമ്പറാണ്. പഞ്ചായത്ത് ഭരണസമിതി അംഗമാണ്. വാർഡ് മെമ്പർ എന്നൊരു വിവക്ഷ ഈ നിയമത്തിൽ ഒരിടത്തുമില്ല. അപ്പം 15 പേരുള്ള ഒരു പഞ്ചായത്താണെങ്കിൽ ആ 15 പേരോട് കൂടി പഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗമാണ്. ഓരോ വാർഡിലെ അല്ല. പക്ഷേ ഓരോ വാർഡിലെ ഗ്രാമസഭ വിളിച്ചു കൂട്ടാൻ കൺവീനർ എന്നുള്ള നിലയിൽ നിങ്ങളെയാണ് ചുമതലപ്പെടുത്തുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിങ്ങൾ സമ്മതിച്ചില്ലേ വേറൊരാളെ ചുമതലപ്പെടുത്താൻ സെക്രട്ടറി കഴിയുകയും ചെയ്യും. അടുത്ത വാർഡിലെ ആളെ വെച്ച് നിങ്ങൾ അയോഗ്യനാണ് അല്ലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആ ഗ്രാമസഭ വിളിച്ചു കൂട്ടേണ്ടത് ഭരണഘടനാപരമായ ജോലി ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാം. മറ്റൊരാളെ കൺവീനറായി നിയമിച്ചുകൊണ്ട് ചെയ്യാം. അപ്പോൾ അതാണ് നിയമപരമായ ഉള്ള ഒരു കാര്യം. ഇപ്പം ഞാൻ പറയുന്നത് അല്ല, അതിനപ്പുറത്ത് കുറേ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതാണ് പ്രായോഗികമായി ആ പ്രദേശത്ത് നടപ്പിലാക്കാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞത് പദ്ധതി തീരുമാനിക്കുന്ന സമയത്ത് ഇത് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രദേശത്ത് എന്തേലും തരിശ് സ്ഥലമുണ്ട്, ആ തരിശ് സ്ഥലം മൊത്തം കൃഷി. ഇപ്പോൾ ആ പുള്ളിക്ക് 1 ഏക്കർ തരിശ് സ്ഥലമുണ്ട്, അയാൾ ഒരു പണിയും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പഞ്ചായത്തിന് കൊടുത്തിട്ട് ഇത്ര രൂപ വെച്ച് പാട്ടം ഞങ്ങൾ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വർഷത്തേക്ക് നമുക്ക് ലീസ് എഗ്രിമെൻ്റ് ഉണ്ടല്ലോ, പഞ്ചായത്തിന് വാങ്ങാം. അപ്പോൾ ഇവിടെ പഠിച്ച ഒരു ചെറുപ്പക്കാരനാണ്, അവന് ഒരു പണിയില്ല നടക്കുക. അവന് കുറച്ച് പണവും ഈ സ്ഥലവും കൂടി തന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് കൃഷി ചെയ്യാൻ അറിയാമെങ്കിൽ അല്ലെ കൃഷി ചെയ്യാനുള്ള പരിശീലനം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഇത് കൃഷി ചെയ്യാൻ പറ്റും അല്ലേ. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ബുദ്ധിമോശം കൊണ്ട് അല്ലെ പ്രായോഗികമായി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണുന്നതിനുള്ള വൈമുഖ്യം കൊണ്ടാണ് നമ്മുടെ ഈ ഭൂമിയെല്ലാം തരിച്ചു കിടക്കുകയും കൃഷി ചെയ്യാൻ കർണാടകക്കാരനും തമിഴ്നാടുകാരനും കൃഷി ചെയ്ത് തരുന്ന സാധനങ്ങൾ ഉപയോഗിക്കണം എന്നുള്ള ചിന്ത വരുന്നത്. അതിനൊരു മാറ്റമുണ്ടാക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും പഞ്ചായത്തുകൾക്ക് ഭരണഘടനയുടെ 11-ാം പട്ടികയിൽ 1-ാമത് ഐറ്റമായി കൈമാറി തന്നിരിക്കുന്ന അധികാരമാണ്. ആ അധികാരം വിനിയോഗിക്കാതെ നമ്മൾ സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനി ആ അധികാരം നിങ്ങൾ വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരിനോടും പറയാം, ഇത് ഞങ്ങളുടെ പണി ചെയ്യാൻ ഞങ്ങൾക്കറിയാം. ആ പൈസ, അതായത് ഗ്രാമവികസനത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലെ പൈസ പഞ്ചായത്തുകൾക്ക് അൺഎയ്ഡ് ഫണ്ടായി തരണം. കൃഷി വകുപ്പ് പിരിച്ചുവിട്ടിട്ട് ആ കൃഷി ഓഫീസറേക്ക് തന്നാൽ മതി, ഞങ്ങളിവിടെ കാര്യങ്ങൾ നടത്തിക്കോളാം. ഇനി സർക്കാരിന് വേണമെങ്കിൽ കാർഷിക യൂണിവേഴ്സിറ്റിയോ ഗവേഷണ സ്ഥാപനങ്ങളോ നടത്തില്ല, അത് അവർ ചെയ്യട്ടെ എന്ന് നമുക്ക് നോക്കാം. അല്ലാതെ കൃഷി വകുപ്പിൽ 2-3 ജോലിക്കാർ, അതിന് മുകളിൽ സർക്കാർ നിയന്ത്രിക്കുന്ന അസിസ്റ്റൻ്റ് ഡയറക്ടർ, ജില്ലാ കൃഷി ഓഫീസർ, ഇങ്ങനെ കുറേ ഉദ്യോഗസ്ഥന്മാരുടെ ആവശ്യം എന്തായിരിക്കുന്നത്? അത് പഞ്ചായത്തുകൾക്ക് കൈമാറുക. ജില്ലാ കൃഷി ഓഫീസർ ജില്ലാ പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥനാണ്, പക്ഷേ അയാൾ വേറൊരു ഓഫീസ് ഇട്ടിട്ട് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലർക്കിൻ്റെ ജോലിയാണ് ഈ കൃഷി ഓഫീസർമാർക്കുള്ള. അവരുടെ ഒരു കാർഷിക വൈദഗ്ധ്യവും പഞ്ചായത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഉപയോഗിക്കാൻ കഴിയണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ മേലെ പഞ്ചായത്തിലുള്ള കൃഷി ഓഫീസറെ നിയമിക്കാനുള്ള അധികാരം പഞ്ചായത്തിന് വേണമെന്ന് ഒരു പഞ്ചായത്തും ആവശ്യപ്പെടുന്നില്ല. അത് സർക്കാർ വെക്കേണ്ടതാണെന്ന് നമ്മളങ്ങ് ധരിച്ചു വച്ചിരിക്കുക. നിങ്ങളുടെ പഞ്ചായത്തിലെ ഏറ്റവും മിടുക്കനായ കൃഷി ഓഫീസറെ വെക്കാനുള്ള അധികാരവും നിങ്ങൾക്ക് വേണ്ടതാണ്. അത് പ്രാദേശിക സർക്കാരാണെങ്കിൽ അല്ലേ. നേരത്തെ സാറിനറിയാം, എൻജിനീയർമാരെ
പഞ്ചായത്തുകൾക്ക് എഞ്ചിനീയർമാരെ വിട്ടുകൊടുത്തിട്ട് ഇവർ പോവുകയില്ല. അപ്പോൾ അവരവിടെ ബലം പിടിച്ചിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ എഞ്ചിനീയറിങ്ങിന് വേറെ ഒരു വിങ് ഉണ്ടാക്കി. എന്നിട്ട് ഒരു പഞ്ചായത്ത് വരികയില്ല, അപ്പുറം എങ്ങാനും ഒരു ആഫീസ് എടുത്തിട്ടിരുന്നോളാം. പഞ്ചായത്ത് വരുന്ന നാണക്കേടാണ്. ഏത് സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഉദ്യോഗസ്ഥനോട് ഇന്നടുത്ത് ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഇവിടുത്തെ ബ്യൂറോക്രസിയുടെ ഒരു തണ്ടെന്ന് പറഞ്ഞാൽ അവർ പറയുന്നതനുസരിച്ചോ രാജ്യത്ത് ഭരണം നടക്കുകയുള്ളൂ എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് അവർ നടത്തുന്നത്. അപ്പോൾ അതിനെ നിയമപരമായി നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാൻ കഴിയണം. അല്ലെങ്കിൽ സർക്കാർ അവരെ VRS കൊടുത്ത് പിരിച്ചുവിട്ടെ. വേറെ ആൾക്കാരെ, കഴിവുള്ള ആൾക്കാർ, എന്തുവരെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ പഠിപ്പ് കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ട്. അവരെ നമുക്ക് നിയമിക്കാൻ കഴിയുമല്ലോ. അവർ ഇവരെക്കായി ചെറുപ്പമല്ലേ, അവർ ഇവരെക്കായി ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരല്ലേ, അങ്ങനെ നിയമിക്കാൻ കഴിയണം. അതിന് ഈ പഞ്ചായത്ത് ശാക്തീകരിക്കപ്പെട്ടാലോ പറ്റുള്ളൂ. നമ്മൾ സംസ്ഥാന ഗവൺമെൻറ്റിനെ തിരുത്തി വലിയ മാറ്റം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഇവരെക്കായി മിടുക്കന്മാരായ ആൾക്കാരാണ് അവിടുത്തെ ബ്യൂറോക്രസിയെ നിയന്ത്രിക്കുന്നത്. പക്ഷേ പഞ്ചായത്തുകൾ ശക്തമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തലത്തിലുള്ള ബ്യൂറോക്രസിയെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയും. അത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങളിലേക്ക്, അല്ലെ ജനാധിപത്യത്തിലേക്ക് ഇതിനെ നയിക്കാൻ കഴിയൂ എന്നുള്ള കാര്യം ഓർക്കുക.